മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ആഗസ്റ്റ് മാസം 6-ാം തീയതി ഹിരോഷിമ ദിനമാണ്. ആഗസ്റ്റ് 9-ാം തീയതി നാഗസാക്കി ദിനം. അമേരിക്കൻ പ്രസിഡന്റ് ജനറൽ ട്രൂമാൻ ജപ്പാനിൽ ബോംബിടാൻ നിർദ്ദേശിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തിൽ. ശരിക്കും രാമായണത്തിൽ ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, കൈകേയിയുടെ സ്വാർത്ഥത അല്ലെങ്കിൽ കൈകേയിയിൽ മന്ദരയുണ്ടാക്കിയ സ്വാർത്ഥത, അത് 4 മക്കൾക്ക് അച്ഛൻ നഷ്ടപ്പെടാൻ കാരണമായി. 3 സ്ത്രീകൾ വിധവകളാവാൻ കാരണമായി. ഒരു രാജ്യത്തിന് രാജാവ് നഷ്ടപ്പെട്ടു. പ്രജകൾക്ക് തണലും താങ്ങുമായ വ്യക്തി നഷ്ടപ്പെട്ടു. സാമന്ത രാജാക്കന്മാർക്ക് ചക്രവർത്തി നഷ്ടപ്പെട്ടു. ഒരു സ്ത്രീയുടെ സ്വാർത്ഥത രാമായണത്തിൽ നിന്ന് പഠിക്കാനുള്ള പാഠമാണത്. അവിടെ ഒന്നും ആത്മീയത കലർത്തേണ്ട ആവശ്യമേ ഇല്ല. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ജനറൽ ട്രൂമാന്റെ സ്വാർത്ഥതയാണ് ഈ ജപ്പാനിൽ ഇത് സംഭവിച്ചത്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സ്വാർത്ഥത അറിയോ? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയം അംഗീകരിച്ച് കീഴടങ്ങിയതാണ്. ജപ്പാനെ കീഴടക്കാൻ വേണ്ടി അല്ല ആറ്റം ബോംബിട്ടത്. അത് മാതൃഭൂമിയിൽ എഴുതിയിട്ടില്ല, ബാക്കിയുള്ളത് എഴുതിയിട്ടുണ്ട്. ജപ്പാനെ നിയന്ത്രിക്കാനോ കൊക്കിൽ ഒതുക്കാനോ ജപ്പാനെ ഒരു തരത്തിൽ അമേരിക്കയെ കൊണ്ട് അംഗീകരിപ്പിക്കാനോ പോലും ആയിരുന്നില്ല ഒരു പരിധിവരെ ആറ്റം ബോംബിട്ടത്. എന്തിനാ ആറ്റം ബോംബിട്ടറിയോ? രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക ജയിച്ചു. ആ അമേരിക്കയുടെ ജയം ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കണമെങ്കിൽ ലോകത്തിൽ എല്ലാവരും ഭയപ്പെടുന്ന ആയുധം നമ്മുടെ കയ്യിലുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം. അതുപയോഗിച്ചാലുള്ള പരിണത ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാനാണ് പരാജയം അംഗീകരിച്ച് കീഴടങ്ങി മാളത്തിൽ ഒതുങ്ങിയ ജപ്പാൻ എന്ന രാഷ്ട്രത്തിന്റെ പുറത്തു കൊണ്ടുപോയിട്ട് 2 ആറ്റം ബോംബിട്ടത്. അത് കണ്ട് ലോകം നടുങ്ങി വിറച്ചപ്പോൾ ലോക ജനത അമേരിക്കയുടെ മുമ്പിൽ ദാസന്മാരെ പോലെ കൈകൂപ്പി നിന്നു. നീ അതിശക്തനാണ്, ഞാൻ വെറും അടിമയാണ് എന്ന് ലോകത്തെ കൊണ്ട് പറയിപ്പിക്കാൻ മാത്രം ജനറൽ ട്രൂമാൻ എന്ന അമേരിക്കൻ പ്രസിഡന്റ് 2 ആറ്റം ബോംബ് നാഗസാക്കിയിലും ഹിരോഷിമയിലും ഇടാനുള്ള ഓർഡർ കൊടുത്തത്. ഒരുപക്ഷെ അന്ന് മുതൽക്ക് ഇന്ന് വരെയും ലോകത്തിന്റെ തലസ്ഥാനം അമേരിക്ക തന്നെയാണ്. അമേരിക്കയാണ് തീരുമാനിക്കുന്നത് കൊറിയയിൽ, സൗത്ത് കൊറിയ ആയാലും നോർത്ത് കൊറിയ ആണെങ്കിലും എന്ത് ചെയ്യണമെന്ന്. അമേരിക്കയാണ് ഇന്നലെ തീരുമാനിച്ചത് റഷ്യയിലേക്ക് കുറെ കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യാമെന്ന്. അമേരിക്കയാണ് ഇറാനെതിരെ ഉപരോധം ഉണ്ടാക്കിയത്. ഇന്ത്യ ആറ്റം ബോംബ് പൊട്ടിച്ചപ്പോ അമേരിക്ക ഏത് ആറ്റം ബോംബാണോ ജപ്പാനിൽ ഇട്ടത് അത് നമ്മൾ പരീക്ഷണം ചെയ്തപ്പോ 1125 സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരരുതെന്ന് ബ്ലോക്ക് ചെയ്തത് അമേരിക്കയാണ്. ഇന്ന് ലോകത്തെ അറിഞ്ഞോ അറിയാതെയോ ഭരിക്കുന്നത് അമേരിക്കയാണ്. ഒരുപക്ഷെ അവര് ചൈനയിൽ നിന്ന് കടമെടുത്തിട്ടായിരിക്കും കഞ്ഞി കുടിക്കുന്നത്. അമേരിക്കൻ ഡോളറാണ് ഇന്ന് ലോകത്തിന്റെ കറൻസി. അമേരിക്കയിലെ പ്രസിഡന്റാണ് ലോകത്തിലെ പ്രസിഡന്റ്. ഒരുപക്ഷെ വാഷിങ്ടൺ DC-യിൽ ഞാൻ 4-5 പ്രാവശ്യം പോയിട്ടുണ്ട്. വൈറ്റ് ഹൗസിലേക്കും പോയിട്ടുണ്ട്. അകത്തേക്കല്ല, അകത്ത് വരെ. അപ്പോഴെല്ലാം പറയാറുണ്ട് വാഷിങ്ടൺ DC ഈസ് ദ മർഡറേഴ്സ് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ്. ലോകത്തിലെ ഭീകരരുടെ തലസ്ഥാനമാണ് അതെന്നാണ് അവര് പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. എന്നോട് തന്നെ ഒരു പോലീസുകാരൻ ഒരു നല്ല ടാക്സി വിളിച്ച് വാഷിങ്ടൺ ഷെറാട്ടൺ ഹോട്ടലിലേക്ക് പോകാൻ ഒരു ടാക്സി, ഗുഡ് ടാക്സി വേണമെന്ന് ഞാൻ എയർപോർട്ടിൽ ഒരു പോലീസുകാരനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഗുഡ് ടാക്സി ഇൻ വാഷിങ്ടൺ, മർഡറേഴ്സ് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ്, യു ആർ എക്സ്പെക്ടിങ് എ ഗുഡ് ടാക്സി എന്ന് അയാൾ എന്നോട് ചോദിച്ചതാ. ഏതായാലും ആ അമേരിക്ക
ഇന്ന് ലോകത്തിൻ്റെ ഭരണാധികാരികളാണ്. ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അമേരിക്ക തീരുമാനിക്കും ഏത് രാജ്യം എങ്ങനെ വേണം എന്നുള്ളത്. ഒരുപക്ഷെ പുറത്തുള്ളവർ അതിനെക്കുറിച്ച് വേണ്ടില്ല. സിറിയയിലായാലും ശരി, ഇന്തോനേഷ്യയിലായാലും ശരി, സിംഗപ്പൂരിലായാലും ശരി, ഒരു പരിധിവരെയൊക്കെ ഭാരതത്തിലാണെങ്കിലും ശരി, അമേരിക്കക്കാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇതിൽ ഗുണമുണ്ടാവാം, ദോഷമുണ്ടാവാം. ഏതായാലും ലോകത്തെ കൊണ്ട് അമേരിക്കയെ അംഗീകരിപ്പിച്ചതിൻ്റെ കുറെ വിവരണങ്ങൾ ആറ്റം ബോംബുമായിട്ട് ബന്ധപ്പെട്ട വിവരണമാണ്. അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിവരണമല്ല. രക്തം പുരണ്ട കൈകൾ. ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിച്ച മൻഹാട്ടൻ എക്സ്പെരിമെന്റ് നടത്തിയ റോബർട്ട് ഓപ്പൺഹീമർ പറഞ്ഞ വരിയാണിത്. ഞാൻ മരണമായി കഴിഞ്ഞു, ലോകം നശിപ്പിക്കുന്നവൻ. ഐ ആം ബിക്കം ഡെത്ത്, ദ ഡിസ്ട്രോയർ ഓഫ് ദ വേൾഡ്. ആദ്യത്തെ ആറ്റം ബോംബ് മൻഹാട്ടൻ എക്സ്പെരിമെന്റിൽ പൊട്ടിച്ച ശാസ്ത്രജ്ഞൻ പറഞ്ഞതാണ്. ആറ്റം ബോംബ് നിർമ്മാണത്തിന് രൂപകൽപ്പന നൽകിയ ഗവേഷക സംഘത്തിന്റെ തലവനായ റോബർട്ട് ഓപ്പൺഹൈമർ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ദുരന്തത്തിന്റെ തീവ്രതയറിഞ്ഞ ഉടനെ രേഖപ്പെടുത്തിയ അഭിപ്രായമാണിത്. തന്റെ കണ്ടുപിടുത്തത്തെ തന്നെ തള്ളിപ്പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കത്തക്ക വിധം മാരകമായിരുന്നു ആ പ്രഹരം. യുദ്ധം അവസാനിച്ച് ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാനെ കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുന്നു, ഐ ഹാവ് ബ്ലഡ് ഇൻ മൈ ഹാൻഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. E=mc² എന്ന ഇക്വേഷൻ കണ്ടുപിടിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ നരക തുല്യമായ മാനസിക വേദനയോടുകൂടിയാണ് മരിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ആറ്റം ബോംബ് ഉണ്ടാക്കിയത് എന്ന അസാധാരണ ദുഃഖം അദ്ദേഹം മാറ്റിയത് കുറേയൊക്കെ ഭഗവത്ഗീത കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിംഗ് ദാറ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ ക്യാരീഡ് വിത്ത് ഹിം ദ ഭഗവത്ഗീത ഫോർ ദ ലാസ്റ്റ് 10 years ഓഫ് ഹിസ് ലൈഫ്. ജീവിതത്തിൻ്റെ അവസാനത്തെ 10 വർഷക്കാലം ഭഗവത്ഗീതയും കൊണ്ടാണ് അദ്ദേഹം നടന്നിരുന്നത്. ഒന്ന്, ഭാര്യ മിലേവയിൽ നിന്നുള്ള വേദനാജനകമായ അനുഭവങ്ങൾ. 2, തൻ്റെ ഇക്വേഷൻ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചു എന്ന വേദനയുടേത്. ആറ്റം ബോംബിനെ കുറിച്ച് ഇന്നത്തെ മാതൃഭൂമിയിൽ എഴുതിയതാണ് ഞാൻ വായിച്ചത്. വേറൊന്നുകൂടി എഴുതുന്നുണ്ട്. ശാന്തസമുദ്രത്തിലെ ടിനിയൻ ദ്വീപിൽ നിന്ന് പൈലറ്റായ പോൾ ടിബറ്റ്സിന്റെ നേതൃത്വത്തിൽ 1945 ആഗസ്റ്റ് 6 പുലർച്ചെയായിരുന്നു എനോളഗെ എന്ന അമേരിക്കൻ ബോംബർ വിമാനം ജപ്പാനെ ലക്ഷ്യമാക്കി കുതിച്ചത്. രാവിലെ 8:15 കഴിഞ്ഞ് 15 സെക്കൻഡിലെത്തിയപ്പോൾ ലിറ്റിൽ ബോയ് എന്ന ഓമന പേരിട്ട യുറേനിയം ബോംബ് ജപ്പാൻ നഗരമായ ഹിരോഷിമയുടെ ഹൃദയഭാഗത്ത് പതിച്ചു. 1000 സൂര്യന്മാർ ഉദിച്ച ചൂടില് നഗരം വെന്തെരിഞ്ഞു. 13 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ നഗരം ചുട്ടു ചാമ്പലായി. ബോംബ് വീണ നിമിഷത്തിൽ തന്നെ 70,000 പേർ മരണമടഞ്ഞു. 4-5 ദിവസത്തിനകം മരണസംഖ്യ 1.5 ലക്ഷത്തിൽ കവിഞ്ഞു. അണുവികിരണമേറ്റ് 4 ലക്ഷത്തിലധികം ജനങ്ങൾ ജീവച്ഛവങ്ങളായി. ഹിരോഷിമ നഗരത്തിലുണ്ടായിരുന്ന 76,000-ഓളം കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു. നഗരത്തിൽ നിന്ന് 6 കൈവഴികളായി പിരിഞ്ഞൊഴുകിയ ഓട്ടാഗാവം നദിയിലെ വെള്ളം തിളച്ചു മറിഞ്ഞു. അടുത്തത്, ഇത് നാഗസാക്കിയില്. കലിയടങ്ങാതെ നാഗസാക്കിയിൽ, മാതൃഭൂമിയിൽ ഇന്നത്തെ പത്രത്തിലെയാണ്. അതുവരെ ലോകത്ത് പ്രയോഗിക്കപ്പെട്ട ബോംബിന്റെ 2000 മടങ്ങ് പ്രഹര ശേഷിയോടെ ഹിരോഷിമ നഗരത്തെ ചുട്ടു ചാമ്പലാക്കിയിട്ടും അമേരിക്കയ്ക്ക് കലി അടങ്ങിയില്ല. 3 ദിവസം കഴിഞ്ഞ് ആഗസ്റ്റ് 9 അതേ ഉറവിടങ്ങളിൽ നിന്ന് ബോക്സ് കാർ എന്ന യുദ്ധവിമാനം അതിപ്രഹരശേഷിയുള്ള അണുബോംബുമായി ജപ്പാനിലെത്തി. ഫാറ്റ് മാൻ എന്ന് പേരിട്ട ഈ പ്ലൂട്ടോണിയം ബോംബ് ജപ്പാന്റെ തുറമുഖ നഗരമായ നാഗസാക്കിയിലാണ് ഏകദേശം രാവിലെ 11 മണിയോടെ വർഷിക്കപ്പെട്ടത്. 1,00,000 അടി ഉയരത്തില് 1,00,000 അടി ഉയരത്തില് നഗരം തീഗോളമായി മാറി. ബോംബ് വർഷിക്കപ്പെട്ട നിമിഷത്തിൽ തന്നെ 50,000-ൽ കൂടുതൽ പേർ കത്തിക്കരിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരണസംഖ്യ ലക്ഷക്കണക്കിനായി. വെറുതെ ഒന്ന് ചിന്തിക്കാം മനുഷ്യരുടെ ദുഃഖത്തെക്കുറിച്ച്. ഹൃദയം തകർത്ത കാഴ്ച ഒരു ഡോക്ടർ വിവരിച്ചതാണ്.
ഹിരോഷിമയിൽ അണുബോംബ് വർഷം നടന്നപ്പോൾ അവിടെ ഒരു ആശുപത്രിയിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചിരുന്ന താഹെ കുമോ എന്ന രംഗത്തെക്കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഡോക്ടറുടെ പേരാണ് ഞാനിപ്പോൾ വായിച്ചത്. താഹെ കുമോ. സ്ഫോടന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള മെഡിക്കൽ സെന്ററിലേക്ക് ഞാൻ ഓടിച്ചെന്നു. ആളുകൾ സഹായാഭ്യർത്ഥനയുമായി എന്നെ വളഞ്ഞു. മിക്കവർക്കും സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. മാംസ കഷണങ്ങൾ ശരീരത്തിൽ തൂങ്ങിക്കിടക്കുന്നു. മെഡിക്കൽ സെന്റർ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. എവിടെയും ശവശരീരങ്ങൾ. ജീവൻ അവശേഷിച്ചവർക്ക് തന്നെ എഴുന്നേൽക്കുവാനോ സംസാരിക്കുവാനോ ശക്തി ഉണ്ടായിരുന്നില്ല. എന്തൊരു വേദനാജനകമാണല്ലേ. ഇത് ആറ്റം ബോംബ്. ഇനി കത്തിയും വാളും കടാരിയും ബോംബും ഉപയോഗിച്ച് കൊല്ലുന്നവർ ഇന്നുമുണ്ട്. ഒരു നഗരത്തെയോ വലിയൊരു രാജ്യത്തെയോ അല്ല, ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ ഒരു പ്രദേശത്തെയോ ഒക്കെ കൊല്ലുന്നവരും ചാവുന്നവരും ഒക്കെ അറിയണം. അവർക്കൊക്കെ ജന്മം നൽകിയ മാതാപിതാക്കള് അവരുടെ വേദന അറിയണം. മക്കൾക്ക് വേണ്ടി ജീവിച്ച അമ്മയുടെ വേദന അറിയണം. നാഗസാക്കിയും ഹിരോഷിമയും ഒക്കെ അമേരിക്ക എന്ന രാജ്യം ജപ്പാനിനെതിരെ വിട്ടതാണ്. പക്ഷേ ഒഞ്ചിയത്തും കണ്ണൂരും തിരുവനന്തപുരത്തും കാട്ടാക്കടയിലും ഇവിടെയെല്ലാം ഇതിനകത്തുള്ളവരെ കൊന്നു കൊലവിളിക്കുകയാണ്. ആര് ചെയ്താലും. നേതാക്കന്മാര് സുഖമായി മക്കളെ രവി പിള്ളയുടെ കമ്പനിയിൽ സിഇഒമാരാക്കി ജീവിക്കുന്നു. മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് റുപ്പീസ് ശമ്പളം വാങ്ങിക്കുന്നു മാസം. അവര് സുഖമായിട്ട് ജീവിക്കുന്നു. ഈ രാഷ്ട്രീയക്കാര് നിങ്ങളെ ആ മക്കളെ കൊല്ലാനും ചാവാനുമായിട്ട് വിടുന്നത്. ഓരോ രാഷ്ട്രീയ നേതാവും ട്രൂമാനെ പോലെയാണ്. അവന്റെ അധികാരം മറ്റുള്ളവനെ കാണിക്കാൻ വേണ്ടി കീഴടങ്ങി വീട്ടിൽ അമ്മയുടെയും അച്ഛന്റെയും കൂട്ടത്തിൽ ജീവിക്കുന്നവരെ കൊന്ന് കൊലവിളിക്കുക. എന്നിട്ട് അസഹിഷ്ണുതയെക്കുറിച്ച് സംസാരിക്കുക. വിദേശത്ത് ജനിച്ച ചില ഇസങ്ങൾ ഇവിടെ ആ ഇസങ്ങളെ പ്രചരിപ്പിക്കാനായിട്ട് കൊന്നും കൊലവിളിച്ചും അതിന് തിരിച്ചു മറുപടി പറഞ്ഞും കൊലവിളിച്ചുമൊക്കെ ജീവിക്കുക. ഞാൻ ആലോചിക്കാറുണ്ട്. ഞാനൊരു അച്ഛനാണ്, എൻ്റെ ഭാര്യ ഒരമ്മയാണ്. അവൾക്ക് സുഖമില്ല. പക്ഷേ മകനും മകളും ഒന്ന് ഫോണിൽ വിളിക്കുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന ചിരി ഞാൻ കാണാറുണ്ട്. എൻ്റെ മകൾ ഹേമയും മകൻ ഹരീഷും എന്നെ വിളിക്കുമ്പോൾ എനിക്കും ആ സന്തോഷം തോന്നാറുണ്ട്. അങ്ങനെയുള്ള അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ മക്കളുടെ ഡെഡ് ബോഡി കാണേണ്ടി വരുന്ന ഗതികേട്. നേതാക്കന്മാര് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു പരസ്യ പ്രസ്താവന നടത്തും. അവരാണ് ട്രൂമാൻമാര്. പലപ്പോഴും വിചാരിക്കാറുണ്ട്, എത്ര വലിയ മനുഷ്യൻ എനിക്ക് അവാർഡ് തന്നാലും മേടിക്കരുതെന്ന്. രാഷ്ട്രീയക്കാരൻ ചാണകവെള്ളത്തിൽ മുങ്ങി കുളിച്ചാൽ പോലും അവരുടെ കൈ തൊട്ട സാധനം സ്വീകരിച്ചാല് അതിന്റെ പാപം തീരില്ല എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെയല്ല, എക്സെപ്ഷൻ ഉണ്ട്. എങ്കിൽ പോലും നമ്മുടെ ധർമ്മശാസ്ത്രം പറയാറുണ്ട്, ഭരിക്കുന്നവരും രാജാക്കന്മാരും തത്തുല്യരുമായിട്ട് തരുന്ന പുരസ്കാരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമെന്ന്. അന്ന് ധർമ്മബോധമുള്ള രാജാക്കന്മാരായിരുന്നു. ഇന്ന് അങ്ങനെയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും കൊല്ലാനും ചാവാനും വേണ്ടി ആഹ്വാനം ചെയ്യുന്നവര് അവരവരുടെ മക്കളെ മൾട്ടിനാഷണൽ കമ്പനിയിലും ഗവൺമെന്റിന്റെ ഉയർന്ന പൊസിഷനിലും എല്ലാം ഇട്ട് ചിത്രഗുപ്തനെയും യമധർമ്മരാജാവിനെയും പോലെ പ്രഖ്യാപനങ്ങൾ നടത്തി കാലന്റെയും യമന്റെയും അവതാരങ്ങളായിട്ട് മക്കളെ നിങ്ങളെ ചാവാനും കൊല്ലാനുമായിട്ട് ആഹ്വാനം ചെയ്യുമ്പോൾ ഇവരിലെല്ലാം ഒരു ട്രൂമാനെ കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. ആ കത്തിയിലും വാളിലും ബോംബിലും ഒരു ആറ്റം ബോംബ് കാണാൻ. യുറേനിയം ആറ്റം ബോംബോ പ്ലൂട്ടോണിയം ആറ്റം ബോംബോ അതിന്റെ മിനിയേച്ചർ ഫോമാണ്. രണ്ട് കൊല്ലാൻ ഉപയോഗിക്കുന്നതാണ് എന്നുകൂടി അറിയാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.